ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഞാനീ പറയുന്ന നക്ഷത്ര ജാതകരുടെ കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം അവസാനിക്കുന്നു. ഇനി നിങ്ങൾക്ക് സന്തോഷിക്കുവാനും ഉയർച്ചയിലേക്കുള്ള പടികൾ ചവിട്ടിക്കയറുവാനുമുള്ള ദിവസങ്ങളാണ്. അതായത് ശനി പിടിവിടുന്നു. നിങ്ങളുടെ എല്ലാവിധ കഷ്ടകാലങ്ങളും അവസാനിച്ച് ഉയർച്ചയുടെ കൊടുമുടി കയറും. നിങ്ങളെ കാത്തിരിക്കുന്നത് അത്യപൂർവമായ നേട്ടങ്ങളാണ്. 2026 മാർച്ച് 8 മുതൽ ഏപ്രിൽ 12 വരെയാണ് ശനി സൂര്യനുമായി 15 ഡിഗ്രി അടുത്തു വന്ന് മൗഢ്യത്തിൽ തുടരുന്നു. സൂര്യനുമായി ചേർന്ന് വരുമ്പോൾ ഒരു ഗ്രഹത്തിന് സംഭവിക്കുന്ന ബലഹീനതയാണ് മൗഢ്യം എന്ന അവസ്ഥ. ഇപ്പോൾ നിൽക്കുന്നത് ശനി മീനം രാശിയിലാണ്. ശനിയുടെ ഈ മൗഢ്യസ്ഥിതി മൂലം ദോഷഫലങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇനി ഏപ്രിൽ 12 മുതൽ ദുരിതങ്ങൾ എല്ലാം തന്നെ അവസാനിക്കുന്ന കാലമാണ്. നിങ്ങളെ മാറ്റി നിർത്തിയ ആളുകളും നിങ്ങളെ തള്ളിക്കളഞ്ഞ ആളുകളുമെല്ലാം നിങ്ങളുടെ കാൽച്ചുവട്ടിൽ വരും. ഞാനീ പറയുന്ന 6 നക്ഷത്ര ജാതകർക്കാണ് അത്യപൂർവമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. ആദ്യം ഭരണി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം അവസാനിക്കുന്നു. സാമ്പത്തികപരമായി വലിയ സ്ഥിരത ഉണ്ടാകുന്നതാണ്. വലിയ നേട്ടങ്ങൾക്കും ഇടയാകും. എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് മേൽ ഉദ്യോഗസ്ഥരുമായി യോജിച്ച് പോകുവാൻ സാധിക്കും. കർമ്മരംഗത്ത് ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. അതുപോലെ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുവാൻ ഇപ്പോൾ നല്ല അവസരമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പുതിയ കരാറുകൾ ഒപ്പുവയ്ക്കുവാൻ സാധിക്കും. ധനാഗമ മാർഗത്തിനായി പുതിയ സ്രോതസ്സുകൾ വന്നു ചേരുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങൾ കടം കൊടുത്ത ധനം തിരികെ ലഭിക്കും. നിക്ഷേപങ്ങൾ ശ്രദ്ധിച്ചു മാത്രം കൈകാര്യം ചെയ്യുക. കുടുംബത്ത് വളരെയധികം സന്തോഷവും സമാധാനവും അനുഭവപ്പെടുന്നതാണ്. ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും വീട് മൂടി പിടിപ്പിക്കുന്നതിനും ഇടയാക്കും. അതുപോലെ വിദ്യാർത്ഥികളായ ആളുകൾക്ക് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങേണ്ട കാലം കൂടിയാണ്. ഉദര സംബന്ധമായ അസ്വസ്ഥതകളോ അതുമല്ലെങ്കിൽ മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാം. സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടുവാനിടയുണ്ട്. നിങ്ങൾ ഗണപതിക്ക് കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. പൂയം നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് ദോഷദുരിതങ്ങളെല്ലാം നീങ്ങി ജീവിതത്തിലും തൊഴിലിലും വളരെയധികം ഉയർച്ചയുണ്ടാകും. ഒന്നിലധികം മാർഗങ്ങളിലൂടെ ധനാഗമം ഉണ്ടാകുന്നതാണ്. വാഹന ഭാഗ്യത്തിനുള്ള യോഗമുണ്ട്. ബന്ധുക്കൾ വഴി കാര്യസാധ്യമുണ്ടാകും. പ്രണയബന്ധങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കും. സംസാരശേഷി വളരെയധികം ഗുണകരമാക്കുന്നതാണ്. പ്രത്യേകിച്ചും വാക്കും പ്രവൃത്തിയും യോജിച്ച് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ്. ദൈനംദിന ജീവിതത്തിൽ നല്ല നേട്ടങ്ങൾ വന്നു ചേരും. ആശയവിനിമയ ശേഷിക്ക് മേൽ ഉദ്യോഗസ്ഥരെ ആകർഷിക്കുവാൻ സാധിക്കുന്നതാണ്. ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ അനുഭവപ്പെടും. വിദ്യാർത്ഥികളായ ആളുകൾക്കും പഠിക്കുന്ന ആളുകൾക്കും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വാക്കുകൾ കൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകൾക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കുന്നതാണ്. സുഹൃത്ത് സമാഗമം, ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം. പ്രണയബന്ധം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ക്ഷമാശീലമാക്കുക. എല്ലാവിധ തീരുമാനങ്ങളും ആലോചിച്ചെടുക്കേണ്ടതാണ്. ധനപരമായി നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാകുമെങ്കിലും ചെലവുകളും വർദ്ധിച്ചു നിൽക്കുന്ന കാലമാണ്. ചെലവുകളെല്ലാം തന്നെ നിയന്ത്രിച്ചു പോകാം. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദിവസവും നിങ്ങൾ ഓം നമഃശിവായ മന്ത്രം ജപിക്കുക.
അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. പൂരം നക്ഷത്ര ജാതകരായ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ദുഃഖ ദുരിതങ്ങൾക്കെല്ലാം തന്നെ ശാന്തി ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് വളരെയധികം ഉയർച്ചയും അംഗീകാരവും ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കുകയും ചെയ്യും. ഉത്തരവാദിത്തങ്ങൾ കൂടുതലുള്ള വിഭാഗത്തിലേക്ക് സ്ഥാനമാറ്റം പ്രതീക്ഷിക്കാം. മേൽ ഉദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കും. ബിസിനസ് മേഖലയിലുള്ളവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനവരവ് വർദ്ധിക്കും. നിക്ഷേപങ്ങളിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ്. ശമ്പള വർധനവുണ്ടാകും. കുടുംബത്ത് സന്തോഷവും സമാധാനവും പുലരുന്നതാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് വളരെയധികം വില കൽപ്പിക്കുന്ന കാലമാണ്. പ്രണയബന്ധങ്ങളെല്ലാം തന്നെ വിവാഹത്തിലേക്ക് നയിക്കപ്പെടും. വിവാഹ കാര്യങ്ങൾക്ക് വളരെയധികം അനുകൂലമായ കാലം കൂടിയാണ്. എല്ലാവിധ കാര്യങ്ങളും മറ്റുള്ളവരുമായി കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. ആഡംബര വസ്തുക്കൾ വന്നു ചേരും. കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങളോ രക്തദോഷങ്ങളോ ഉണ്ടാകുവാൻ ഇടയുണ്ട്. മാനസികമായ സമ്മർദ്ദങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കേണ്ടതാണ്. മഹാദേവന് പിൻവിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. അനിഴം നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് തൊഴിൽപരമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ഇഷ്ടപ്പെട്ട ജോലികളിൽ ഏർപ്പെടുവാൻ സാധിക്കുന്നതാണ്. ഉത്തരവാദിത്തം വളരെയധികം വർദ്ധിക്കും. ജോലി കൂടുതലും ചുമതല ബോധവും വർദ്ധിച്ചു നിൽക്കും. ഉദ്യോഗസ്ഥരുടെ വിശ്വാസം പിടിച്ചു പറ്റുവാൻ സാധിക്കുന്നതാണ്. പുതിയ ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ ഉള്ള ബിസിനസ്സിനെ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ഉണ്ടാകും. ധനച്ചെലവുകൾ വർദ്ധിച്ചു നിൽക്കുന്നതുമായ കാലമാണ്. ധനനിയന്ത്രണം പ്രത്യേകം ആവശ്യമായ കാലമാണ്. അനാവശ്യമായ ചെലവുകളെല്ലാം തന്നെ ഒഴിവാക്കുക. കുടുംബത്ത് സന്തോഷവും സമാധാനവും നിലനിൽക്കും. പ്രത്യേകിച്ചും നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന കാലമാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അനുകൂലമായവ വന്നുചേരും. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുക. വീട്, ഭൂമി, വാഹനം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം ധനച്ചെലവ് ഉണ്ടാകുന്നതാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധിക്കുക. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രക്തദോഷങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ യോഗ ശീലമാക്കുക. നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും സർപ്പപൂജകളും നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. പൂരാടം നക്ഷത്ര ജാതകരായ നിങ്ങളുടെ കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം അവസാനിക്കുന്നു. കുടുംബ ജീവിതത്തിൽ തന്നെ വളരെയധികം സൗഖ്യം വർദ്ധിക്കുന്നതാണ്. എല്ലാവിധ കാര്യങ്ങളിലും ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ടിറങ്ങി പുറപ്പെടുവാൻ സാധിക്കും. ഏറ്റെടുക്കുന്ന തീരുമാനങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. കർമ്മരംഗത്ത് മുന്നേറ്റം വളരെയധികം ഉണ്ടാകുന്ന കാലമാണ്. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുവാൻ തുടങ്ങും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയം ഉറപ്പാണ്. ബിസിനസ് രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കുവാൻ സാധിക്കും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് അവ നടപ്പിലാക്കുവാനും കഴിയുന്നതാണ്. ബിസിനസ് വിപുലീകരിക്കാനുള്ള അവസരങ്ങൾ ഒരുങ്ങും. ധനവരവ് ഉണ്ടാകുന്നതാണ്. പുതിയ വരുമാന മാർഗങ്ങൾ ആർജിച്ചെടുക്കുവാൻ കഴിയും. എന്നാൽ ധനപരമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കുടുംബത്ത് സന്തോഷം, പിന്തുണ എന്നിവയുണ്ടാകും. പ്രണയബന്ധങ്ങളിൽ ഉറച്ച തീരുമാനമെടുക്കുന്നതാണ്. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. ഞാനെന്ന ഭാവം അഹങ്കാരത്തിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾ ക്ഷമാശീലമാക്കുക. തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലം കൂടിയാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും
ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. ഉത്രട്ടാതി നക്ഷത്ര ജാതകരായ നിങ്ങളുടെ ദോഷദുരിതങ്ങളെല്ലാം നീങ്ങി ജീവിതത്തിലും തൊഴിലിലും വളരെയധികം ഉയർച്ച വന്നു ചേരും. പുതിയ അവസരങ്ങളും ആത്മവിശ്വാസവും ഉണ്ടാകുന്ന കാലമാണ്. കർമ്മരംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരും. ഇപ്പോഴുള്ള ജോലിയിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ ചുമതലകൾ വഹിക്കേണ്ടതായി വരും. നിങ്ങളുടെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ്. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുവാൻ കഴിയും. ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് പുതിയ ആശയങ്ങളും സംരംഭങ്ങളും മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. സാമ്പത്തികമായ പുരോഗതി വളരെയധികം ഉണ്ടാകുന്നതാണ്. ശമ്പള വർധനവിലൂടെ വരുമാനം വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. പുതിയ കോഴ്സുകളിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നവർക്കും നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഐക്യവും ഉണ്ടാകും. പ്രണയബന്ധങ്ങളെല്ലാം തന്നെ ഊഷ്മളമായി മാറുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ അനാവശ്യമായ ഭയം ഉണ്ടാകുവാനും ആശങ്കകൾ ഉടലെടുക്കുവാനും ഇടയുണ്ട്. അധികമായ ചിന്തകളെല്ലാം തന്നെ കുറയ്ക്കുക. മാനസികമായ സമ്മർദ്ദം, ഉറക്കക്കുറവും നിങ്ങളെ വിഷമിപ്പിക്കുവാൻ ഇടയുണ്ട്. യോഗ ശീലമാക്കുക. അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം സമർപ്പിക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.